നമസ്കാരം. അങ്ങനെ നമ്മള് തിരുവോണ ആഘോഷത്തിന്റെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ ഇനി ചോതി നക്ഷത്രമാണ് വരുന്നത്. ഈ ചോതി നക്ഷത്രത്തിനെ സ്വാതി നക്ഷത്രം എന്നും വിളിക്കുന്നുണ്ട്. പിന്നെ ചിലര് ജ്യോതി എന്നും പറയും. എന്തായാലും അങ്ങനെ പല വ്യത്യാസം ഇതിനെ വിളിക്കുന്നതിൽ കാണുന്നുണ്ട്. എന്നാലും സ്വാതി എന്നായിരിക്കാം കൂടുതൽ ആപ്റ്റ് അല്ലേ? ജ്യോതി നക്ഷത്രം. അപ്പൊ ഇതിന്റെ ഒരു ആകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടി നിൽക്കുന്നത് പോലെ എന്ന് പറയാറുണ്ട്. അതുപോലെ ചിലവര് പവിഴം പോലെ എന്നൊക്കെ പറയാറുണ്ട്. ഒരു ഏകദേശം ഒരു ആകൃതിയാണ്. ഒരു നക്ഷത്രക്കൂട്ടങ്ങളുടെ ഒരു 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 ഇതാണല്ലോ, ഒരു ഡയഗ്രമാണല്ലോ ശരിക്കും നമ്മള്. പിന്നെ വായു തത്വത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ 3-ാം ദിവസമാണ് ചോതി നക്ഷത്രം. ഈ ദിവസം മുതല് നമ്മള് കുറച്ചും കൂടി വർണ്ണമുള്ള പൂക്കള് ഇട്ട് തുടങ്ങും. അപ്പൊ ആദ്യത്തെ ദിവസം 1-ാം തീയതി നമ്മൾ അല്ലെങ്കിൽ 1-ാം ദിവസം നമ്മള് മുക്കുറ്റിയിട്ടു. പിന്നെ തുളസിപ്പൂ, തുമ്പപ്പൂ ഇതൊക്കെ വെച്ച് കൂടാതെ മുക്കുറ്റിയിട്ടു. 2-ാം പിന്നലെ തുമ്പയും തുളസിയും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചു. ഇനി ഇതിനോടൊപ്പം നമ്മൾ കൂടുതൽ പൂക്കൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനോടൊപ്പം ഈ ദിവസം തൊട്ട് ആഡ് ചെയ്ത് തുടങ്ങും, കൂട്ടിച്ചേർത്ത് തുടങ്ങും. കൂടുതൽ വർണ്ണാഭമായ പുഷ്പങ്ങൾ, ചുവന്ന പുഷ്പങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടം ആയി തുടങ്ങി. അപ്പൊ 3-ാം ദിവസം തൊട്ടാണ് ഇതെന്ത് ചെയ്യണത്, ചോതി നക്ഷത്രത്തില്, ചോതി പൂക്കളത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇനി ഉൾപ്പെടുത്തുക. ചോതി പൂക്കളത്തില് പ്രത്യേകം ഇടാനായിട്ട് പറയുന്ന പുഷ്പം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിങ്ങിണിപ്പൂവ് അല്ലെങ്കിൽ കൊങ്ങിണിപ്പൂവ് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയ പൂക്കളാവുള്ളത്, മുക്കുറ്റി പോലെ ചെറിയ ഇതാവുള്ളത്, അതിങ്ങനെ ഒരു ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നത് പോലെ. അപ്പൊ ആ ഒരു പൂക്കളാണ് ഇവിടെ ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ കിങ്ങിണിപ്പൂവ് അല്ലെങ്കിൽ ചിലടത്ത് കൊങ്ങിണിപ്പൂവ്, അങ്ങനെ പല ആ, വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണിത്. ഈ കൊങ്ങിണിപ്പൂവിന്റെ ശാസ്ത്രീയ നാമം ലാൻറ്റാന കെമാറ എന്നാണ്. ചെറിയ പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവാം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനുമുണ്ട്. നമ്മുടെ എന്താണ് അൾസർ ഉൾപ്പെടെ റെസ്പിറേറ്ററി ഡിസീസസിനൊക്കെ ഈ പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പറയുന്നു. അത് മോഡേൺ മെഡിസിനും ഉണ്ട്, ആയുർവേദത്തിലും തോന്നുന്നു. അപ്പം നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ദിവസം നമ്മൾ ഇത് ആർക്ക് വേണ്ടിയാണ് അർപ്പിക്കുന്നതെന്ന് വെച്ചാൽ ശിവഭഗവാന് വേണ്ടിയാണ്. ഇന്നലെ നമ്മൾ ശിവതത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് മഹാദേവനായിട്ടുള്ള ശിവൻ എന്ന ആ ഒരു തത്വത്തെ പൂജകൾ അർപ്പിക്കുന്നത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ മാനങ്ങൾ, പുതിയ പുതിയ പൂക്കൾ നമ്മുടെ നമ്മുടെ ഇതിലേക്ക് കൂട്ടായി വരികയായി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഒരു ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെ കുറച്ച് പരിണാമത്തിന്റെ ഒരു സ്റ്റേജസ് പോലെ തന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഇലാബറേറ്റ് ആയി വരികയാണ്. നമ്മുടെ പൂക്കളത്തിന്റെ വ്യാപ്തി കൂടിക്കൂടി വരികയാണ്. പിന്നെ ഇതിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇത് മനോഹരമാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് സ്കിൽസ് നമുക്ക് കൊടുക്കാം, നമ്മുടെ നൈപുണ്യങ്ങൾ കൊടുക്കാം. അപ്പൊ അതിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരു ചിട്ടവട്ടങ്ങളാണ്. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെയൊന്നും ഒരിക്കലും അവകാശമില്ല. പിന്നെ ഈ ദിവസം തൊട്ട് പതുക്കെ ചിലർ തറയിലേക്കൊക്കെ കുറച്ച് തറയൊക്കെ കെട്ടി ഒരു അടുക്കും ചിട്ടയായിട്ട് ഇങ്ങനെ എന്താണ് പൂക്കളം ഇട്ട് വരുന്ന പതിവും കണ്ടിട്ടുണ്ട്. ഈ ചോതി നാളില് ചുവന്ന പൂക്കൾ ഇടാറുണ്ട്. ചുവന്ന പൂക്കളിൽ ഒരു ഒരു വട്ടം ഇങ്ങനെ എന്താണ് ബോർഡർ ആയിട്ട് ഇടുന്ന ഒരു പതിവ് ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. അത് പറയുന്നത് ചോതി നാളിൽ ഓണപ്പൂക്കളത്തില് കാരണം ആ, ഈ നാളിന്റെ ദേവത എന്ന് പറയുന്നത് വരുണനാണ്. വരുണൻ എന്ന് വെച്ചാൽ ജലത്തിന്റെ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ദേവതയാണ്. സമുദ്രം എന്ന് പറയുന്നത് അറിയാലോ, ശക്തിയുടെ ഒരു പ്രതീകമാണ്. അപ്പൊ ഊർജ്ജസ്വലത, ശക്തി, തീക്ഷ്ണത ഇതൊക്കെ സമുദ്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രതീകമാണ്. അപ്പോൾ അതിന് എപ്പോഴും കാണിക്കാൻ എപ്പോഴും എന്താണ് ചുവന്ന നിറമാണ് രാജകീയമായിട്ടുള്ളത്. ഇതിനെയൊക്കെ നമുക്ക് ചുവന്ന നിറം കൊണ്ട് കാണിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു കീഴ്വഴക്കോണി കൊടുക്കാറുണ്ട്. അപ്പൊ ചുവന്ന നിറം ഉള്ള പൂക്കള് ഇതിൽ കൂടുതൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതേപോലെ ദേവത നമ്മൾ വരുണനാന്ന് പറഞ്ഞു. പക്ഷെ ഈ പൂക്കളം ആർക്കാണ് കൊടുക്കുന്നത്, ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, അത് ശിവഭഗവാന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടെന്നാണ് പറയുന്നത്. എല്ലാവർക്കും സമൃദ്ധമായ ശാന്തിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഓണം ആശംസിക്കുന്നു. കൂടുതൽ കൂടുതൽ നന്മയിലൂന്നിയ, ആധ്യാത്മികതയിലൂന്നിയ, സമൃദ്ധമായ ഭൗതികതയിലൂന്നിയ ഒരു മാവേലി നാടിന്റെ സ്മരണകൾ പേരുന്ന ഈ കാലഘട്ടം പണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു സ്വപ്നം പോലെ എല്ലായിടത്തും സ്വസ്ഥതയും ശാന്തിയും വിടരുന്ന മാവേലി നാടായിട്ട് ഈ പ്രപഞ്ചം മാറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. അതേപോലെ സംഭവിക്കട്ടെ എന്ന് സങ്കല്പം എടുക്കാം.
മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാക്കുമൊട്ടില്ലതാരം കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ലേ പൊളിവചനം മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാക്കുമൊട്ടില്ലതാരം കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ലേ പൊളിവചനം ആപത്തങ്ങാക്കും ഒട്ടില്ലതാനം എള്ളോളമില്ല പൊളിവചനം എള്ളോളമില്ല പൊളിവചനം ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെയില്ല പാരിൽ നല്ലവരില്ലാതെയില്ല പാരിൽ ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെയില്ല പാരിൽ നല്ലവരല്ലാതെയില്ല പാരിൽ മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാരം 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 ആപത്തങ്ങാർക്കുമൊട്ടില്ലതാരം. അപ്പോൾ സമത്വസുന്ദരമായ ഈ സ്വപ്നങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലൊക്കെയുള്ള ആ സൗരഭ്യവും ശാന്തിയും വിളർന്ന ഒരു ലോകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ജ്യോതി ദിന സ്വാതി ദിന പൊന്നോണ ആശംസകൾ. ജയ ഗുരുദേവ.